السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين وعلى آله وصحبه أجمعين. أما بعد. يا ربي ستت سمل أهداء لنا بجاه شمس العلماء أبي بكر. يا ربي صل على النبي محمد وسلم على الرسول الأمجد. മുഅ്മിനീങ്ങളെ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എന്ന ഈ വീഡിയോയിലൂടെ ലൈവിലൂടെ എന്നെ വീക്ഷിക്കുന്ന നല്ലവരായ വിശ്വാസികളെ, സുദീർഘമായി സംസാരിക്കുന്നില്ല, അതിന് യോജിച്ച സമയമല്ല. എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാം ഈ മഖ്ബറ. ഇത് മഹാനായ ശൈഖുന വലിയുല്ലാഹി ശംസുൽ ഉലമ ഉസ്താദിൻ്റെ മഖ്ബറയാണ്, ഖബറാണ്. നമുക്ക് വളരെ ആദരവോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി ശൈഖുന ശംസുൽ ഉലമ എന്ന് പറയുന്ന വലിയൊരു മഹാൻ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മൂന്നാമത്തെ കരുദസ്യ സ്ഥാനം അലങ്കരിച്ച് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഉസ്താദിൻ്റെ മഖ്ബറയാണ് ഈ കാണുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അധികം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് യോജിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. ഏതായാലും നമുക്കൊക്കെ ധാരാളം ചരിത്രങ്ങൾ ശൈഖുന ശംസുൽ ഉലമയെക്കുറിച്ച് നമുക്ക് അറിയാം. അതിലേക്കൊന്നും ഞാൻ ഈ സമയത്ത് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇത്ര മാത്രം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഈ സമയത്ത് എന്നെ വീക്ഷിക്കുന്ന ലൈവിലൂടെ എന്നെ കാണുന്ന നല്ലവരായ വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഉസ്താദിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ സൂറത്ത് എങ്കിലും ഓതി അദിയ ചെയ്യണം. കഴിയുന്നവർ ഫാത്തിഹ സൂറത്തോ യാസിനൊക്കെ ഓതി അദിയ ചെയ്യുക. പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും ശൈഖുന ശംസുൽ ഉലമയുടെ പേരിൽ ഓതണമെന്ന്, ഓതി അദിയ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെ സമസ്തക്ക് രൂപം നൽകിയ സമസ്തയുടെ സ്ഥാപക നേതാവ് മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ അലവി വറക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പയുടെ ഖബറും ഇവിടെ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ കാണിക്കാം. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, എന്നെ വീക്ഷിക്കുന്ന, എന്നെ കാണുന്ന എല്ലാവരും ശൈഖുന ശംസുൽ ഉലമ ഉസ്താദിൻ്റെ പേരിൽ, മഹാന്റെ പേരിൽ ഒരു ഫാത്തിഹ എങ്കിലും ഓതി അതേ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തതായി നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് വറക്കൽ ഉപ്പാപ്പയുടെ മഖ്ബറ നിങ്ങൾക്ക് കാണിക്കാം. ആമീൻ. ഇതാണ് ഞാൻ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവ്, സമസ്ത രൂപീകരിക്കാൻ കാരണക്കാർ, സമസ്തയുടെ എല്ലാമായ ബഹുമാനപ്പെട്ട വറക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ അന്തിയൊരുങ്ങുന്ന സ്ഥലം മഖ്ബറ, ഉപ്പാപ്പൻ്റെ മഖ്ബറ. എന്നെ വീക്ഷിക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കാണുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ഈ സമയത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ അലവി വറക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പയ്ക്ക് വേണ്ടി ഫാത്തിഹ സൂറത്തെങ്കിലും ഓതി അത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. വറക്കൽ മുല്ലക്കോയ തങ്ങളും ശംസുൽ ഉലമയും തമ്മിലുള്ള ബന്ധം ചെറിയ രീതിയിൽ ഞാൻ മാത്രം സൂചിപ്പിക്കുകയാണ്. മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുന റസൂലുള്ളാഹി തങ്ങൾ വഫാത്ത് ആയ ശേഷം ഒന്നാമത്തെ ഖലീഫയായി ലോകം അടക്കി ഭരിച്ച മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആഗ്രഹമുണ്ടായിരുന്നു, ഞാൻ പ്രവർത്തിച്ച പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാമായ മഹാനായ അസ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലിൻ്റെ ചുവട്ടിൽ എനിക്ക് അന്തിയുറങ്ങണമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. അതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയും ആഗ്രഹിച്ചു. ഞാൻ ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സമസ്തയുടെ എല്ലാമായ സ്ഥാപക നേതാവായ സയ്യിദ് അബ്ദുറഹ്മാൻ അലവി വറക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പയുടെ ഹദ്റത്തിൽ കാലത്ത് ചുവത്ത് എനിക്ക് ഒരു അന്തി ഉറങ്ങണമെന്ന് ശംസുൽ ഉലമ ആഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്, അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, വറക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പയുടെ ഖബറിൻ്റെ നേരെ ചുവത്താണ് ശൈഖുന ശംസുൽ ഉലമയുടെ മഖ്ബറയുള്ളത്. ഇത് സയ്യിദ് അബ്ദുറഹ്മാൻ അലവി വറക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പയുടെ ഖബറാണ്. വീക്ഷിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ഫാത്തിഹ എങ്കിലും ഓതി അതേ ചെയ്യുക. കഴിയുന്നവർ ഫാത്തിഹ സൂറത്തോ യാസിനൊക്കെ ഓതുക.
കഴിയാത്തവർ സാധിക്കാത്ത സമയമില്ലാത്ത ആളുകൾ ഒരു ഫാത്തിഹ എങ്കിലും ഓതി മഹാന്റെ പേരിൽ സമയത്ത് അധികം ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് പറക്കാനിക്കാം. അസയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ, സമസ്തയുടെ സ്ഥാപക നേതാവ്, സമസ്ത രൂപീകരിച്ച ഒന്നാമത്തെ നേതാവ്, സമസ്ത രൂപീകരിക്കാൻ കാരണക്കാർ, സ്ഥാപക നേതാവ്, ഫൗണ്ടേഷൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ തങ്ങൾ ഉപ്പാപ്പയുടെ മക്ബറയാണ്. എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. നേരെ താഴെയാണ് ശൈഖുന ശംസുൽ ഉലമയുടെ മക്ബറയുള്ളത്. നിങ്ങൾക്ക് നേരത്തെ കാണിച്ചല്ലോ. അള്ളാഹു തആല മഹാന്മാരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അത് മുഖേന നമുക്ക് നമ്മുടെ ആക്കിബത്ത് നന്നായി മരിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മെ വീക്ഷിക്കുന്ന എല്ലാവർക്കും മരണം വരെ പുണ്യ സമസ്തക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ, എന്തെങ്കിലും ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേൾക്കാതെ സമസ്തക്ക് വേണ്ടി വളരെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ടും അതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ തങ്ങൾ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നമ്മുടെ അന്തമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് ആദ്യമായി കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട അനീഫ് സർ. ആദ്യമായി കൊണ്ട് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, ശൈഖുനാന്റെ അടുക്കൽ പലതവണ വന്നിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം അനിഫ മാസ്റ്റർ നമുക്കറിയാം, അന്തമാൻ ദ്വീപിലുള്ളവർക്ക് അറിയാം, ആദ്യമായി കൊണ്ട് വന്നത്. നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഈ സമയത്ത് വന്നിട്ട് എന്താ നിങ്ങൾക്ക് തോന്നിയത്? ഇപ്പോൾ ഇവിടെ വന്നല്ലോ, ഒരു മണിക്കൂർ നിങ്ങളുടെ സമയം ഇവിടെ ചെലവാക്കിയല്ലോ. നിങ്ങൾക്ക് ഇവിടെ എന്താ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഫീൽ ചെയ്തത്? എന്താ നിങ്ങൾക്ക് തോന്നിയത്? എന്തെങ്കിലും ഒരു അഭിപ്രായം? അതുപോലെ എല്ലാവർക്കും വരാൻ തൗഫീഖ് ചെയ്യട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന നമ്മൾ ഒരു ആത്മീയമായി ഒരു ഊർജ, ഒരു ശക്തി നമുക്ക് ലഭിക്കും. അത് യാതൊരു സംശയമില്ല. പിന്നെ നമുക്ക് ഇവരെ ഹക്കിജാബർക്കത്തുകൊണ്ട് നമ്മളെ ചൊവ്വായ മാർഗത്തോടുകൂടി നടക്കാൻ എല്ലാവർക്കും പഠിച്ചോ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ സലാം.